വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് വന്നേക്കണേന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലും കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലാത്തതായിട്ടുള്ള സ്റ്റോറി വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇന്നെന്തായാലും വെബ് സീരീസ് വീഡിയോ ആയിട്ടല്ല ഗൈസ് ഞാൻ എന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അതിന് പകരമായിട്ട് ഞാൻ എന്തായാലും നമ്മുടെ അല്ലാത്ത ഒരു സ്റ്റോറി വീഡിയോ ആയിട്ടാണ് പറഞ്ഞത്. വെച്ചാൽ ഞാൻ സ്റ്റോറി വീഡിയോ ഇപ്പം ഇട്ടിട്ട് കുറേ ദിവസമായി, അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു അടിപൊളി ഒരു സ്റ്റോറി വീഡിയോ ആയിട്ടാണ് കേസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് മിനിറ്റിന് മുമ്പ് എന്തായാലും ഒരു കിടുക്കാച്ചായിട്ടുള്ള ഒരു സിറ്റിയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇട്ടിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഒഫീഷ്യൽ ട്രെയിലറും കാര്യങ്ങളൊക്കെ അതെന്തായാലും പോയി കാണാം. അപ്പോൾ അത് ഏത് സിറ്റിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ ലോക്കി ക്രാഫ്റ്റ് എന്നുള്ള നമ്മുടെ ആ ഒരു ഗെയിമിൽ ഞാൻ ഉണ്ടാക്കിയൊരു സിറ്റിയാണ്. ഓക്കെ, അപ്പോൾ വേറെ ഒരു സിറ്റിയല്ല, നമ്മുടെ സ്വന്തം MZRP സിറ്റിയും കേരളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിലറും കേരളൊക്കെയാണ് ഞാൻ കുറച്ച് മുമ്പ് എന്തായാലും പബ്ലിഷ് ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്തായാലും ആ ഒരു വീഡിയോ എന്തായാലും കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയുടെ വ്യൂ ടാർഗറ്റ് എന്ന് പറയുന്നത് 10K കേരളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോയും കേരളൊക്കെ എന്തായാലും പോയി എന്തായാലും കാണാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എല്ലാവരും എന്തായാലും ആ ഒരു വീഡിയോയും കേരളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇതിനായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയണത് 100 മതി കേസ്. ഓക്കെ, 100 മതി. ഓക്കെ, ഇപ്പം ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്തായാലും എല്ലാവരും മറ്റേ ഒരു ട്രെയിലറിൻ്റെ ആ ഒരു വീഡിയോകളൊക്കെ കാണാം. അപ്പോൾ വ്യൂ ടാർഗറ്റ് എന്ന് പറയണത് 10K കേരളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോ കേരളൊക്കെ കാണാം. ഓക്കെ, അതിന് കൂടുതലായാലും ഒരു കുഴപ്പവും തന്നെ ഇല്ല കേസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും ആ ഒരു വീഡിയോ കാണാം. പിന്നെ ഈ ഒരു വീഡിയോ കാണാം എന്തായാലും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ എന്തായാലും കാണാം. നമ്മൾ ഉടനെ തന്നെ എന്തായാലും ആ ഒരു സിറ്റിയുടെ വീഡിയോസുകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. നമ്മുടെ റീസെൻ്റ്ലി ഇപ്പോൾ ഒറിജിനലായിട്ടുള്ള MZRP സിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും സെക്കൻഡ് സീസണും കാര്യങ്ങളൊക്കെ എന്തായാലും ഏതാണ് എൻ്റെ ആയിട്ട് എന്തായാലും ഉണ്ട്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഡാമും കാര്യങ്ങളൊക്കെ പൊട്ടി ഫുള്ളായിട്ട് വെള്ളമൊക്കെ കയറി ആകെ പോയിട്ട് എന്തായാലും ഉണ്ടായിരുന്നു ആ സിറ്റി. ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു എപ്പിസോഡാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഞാൻ എണീറ്റ് ഫുള്ളായിട്ട് ഞാൻ കുളിച്ചിട്ട് ആകെ ഫ്രഷൊക്കെ ആയി സെറ്റായിട്ട് ഞാനാണെങ്കിൽ ഏതാണ് നമ്മുടെ സ്കൂളിലും കേരളമൊക്കെ പോകാനായിട്ട് എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ സൈക്കിളോടെ പോയി അതവിടെ ഉണ്ട്. ഓക്കെ, അയ്യോ പെട്ടെന്ന് പോട്ടെ, അല്ലെങ്കിൽ ടീച്ചർ തന്നെ എടുത്തിട്ട് ഇടിക്കും. ഓക്കെ, ഞാൻ എന്നും ലേറ്റായാണ് പോണത്. ഇന്ന് പിന്നെ ഇഷ്ടം പോലെ മിനിറ്റ് കേരളമൊക്കെ ലേറ്റായിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നാണെങ്കിൽ രാവിലെ എന്തായാലും വെള്ളവും കേരളമൊക്കെ എന്തായാലും ഇല്ലായിരുന്നു. ഓക്കെ, നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ സ്വിമ്മിംഗ് പൂളും കേരളമൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ജലദോഷവും കേരളമൊക്കെയാണ്. ഇപ്പോൾ ജലദോഷമായിട്ട് ഇനി തണുത്ത വെള്ളത്തിൽ കുളിച്ച് പനിയെങ്ങാനും വരണമെങ്കിലാ എന്നാൽ നമുക്ക് സ്കൂളിൽ പോകാനും പറ്റില്ല. നോട്ടും ബാക്കി കാര്യങ്ങളൊക്കെ പെൻഡിങ്. അവസാനം അവിടെ നിന്ന് ടീച്ചറിൻ്റെ നിന്ന് വായിരിക്കണ ചീത്തളിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം കൂടെ ചേർന്ന് ആകെ പണി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ പൈപ്പിൽ നിന്ന് കുളിക്കാൻ വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ ആ പൈപ്പ് തുറന്നപ്പോൾ വെള്ളം വന്നില്ല. മോട്ടറിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ 1 മണിക്കൂറും കാര്യങ്ങളൊക്കെ ചുമ്മാ പോയി. എന്നിട്ട് ഞാൻ ഇപ്പോൾ കുളിച്ച് ഫ്രഷായി ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ആകുമ്പോൾ ഞാൻ നേരെ വെട്ടാൻ ഒന്നും തന്നെ എന്തായാലും കഴിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ അല്ലാതെ എല്ലാ ദിവസവും എന്തായാലും 5 ദോശയൊക്കെയാണ് കഴിക്കണത്. അതിലെന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ കഴിക്കും. ഇന്നിപ്പം സമയമില്ലാത്തതുകൊണ്ട് വെറും 1/2 ദോശ കഴിച്ചോളൂ. എനിക്കാണെങ്കിൽ നല്ല വിശക്കണം. അതേപോലെ തന്നെ ആകെ ടയേർഡാണ് കേസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും സ്കൂളിലെത്തി. മിക്കവാറും ടീച്ചറിൻ്റെ കാര്യങ്ങൾ ചിത്തളി കേൾക്കാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല പണിഷ്മെൻറ്റും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, എന്താവും നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, അയ്യോ ഒന്നാമത് ഇവിടെ ഇപ്പം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നല്ല മിനിറ്റുകളിലൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടികളൊക്കെ ഇവിടെ നിർത്താം. ഓക്കെ, ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ റോക്കറ്റ് പോലെ പറന്നു തരായിരുന്നു. ഓക്കെ, എന്ത് ചെയ്യാനാണ് ഗൈസ്, നമ്മുടെ ചേട്ടൻ നമുക്കാണെങ്കിൽ ഒന്നും തന്നെ വാങ്ങിച്ചു തരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ ഏതാണ് ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ എന്തായാലും കയറാം ഗൈസ്. ഓക്കെ, മേ ഐ കമ്മിങ് ടീച്ചർ? ഇതാരാണ്? എടാ മോനെ CJ, നീ ആയിരുന്നാ? ഇന്ന് ലേറ്റ് ആണല്ലോ. സാരമില്ല. നീ നിന്റെ നോട്ട്ബുക്ക് എടു. അന്ന് തന്ന ഹോംവർക്കെങ്കിലും നീ ചെയ്താൽ നോക്കട്ടെ. അയ്യോ
ടീച്ചറെ ഞാൻ ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോയി. ഇന്നലെ ഞാൻ ഗെയിം കളിച്ചിരുന്ന് ഞാൻ അതിൻ്റെ കാര്യം മറന്നുപോയി. ഓ, അപ്പോൾ വീട്ടിൽ പോയ ഗെയിം കളിയാണല്ലേ നിന്റെ പണി? എടാ ചെറുക്ക, വല്ലതും പോയി പടിയടാ. എന്തായാലും കുഴപ്പമില്ല, നിനക്ക് പണിഷ്മെൻ്റ് അല്ലേ, തപ്പിടിച്ചോ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നൈസായിട്ട് എന്തായാലും പണിയും കാര്യങ്ങളൊക്കെ കിട്ടി. എൻ്റെ അമ്പോ എന്തൊരു വേനയാണ്. ഓക്കെ ഗായ്സ്, നമുക്ക് എന്തായാലും നൈസായിട്ട് പണി കിട്ടിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മളാണെങ്കിൽ സ്കൂളിൽ വരാനായിട്ട് ലേറ്റ് ആവുകയും ചെയ്തു. പോരാത്തതിനാണെങ്കിൽ നമ്മളാണെങ്കിലില്ലേ ഗൈസ്, ഇന്നലെ ആണെങ്കിൽ ടീച്ചർ തന്ന ഹോംവർക്കും ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയതുകൊണ്ട് തരാണ്ട് ടീച്ചർ എൻ്റെ ബാക്കിലിട്ട് നല്ല രീതിക്ക് എടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഗൈസ്, അടുത്ത പീരീഡിന് ഏറ്റവും മുകളിലത്തെ ക്ലാസ് റൂമിലും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ പോകാനായിട്ടും കൂടെ പറഞ്ഞിട്ട് എന്തായാലും ഉണ്ട്. ഇനി അവിടെ എന്ത് സീനാണോ എന്തോ ഉണ്ടാവാനായിട്ട് വേണം. എനിക്ക് മിക്കവാറും ഇമ്പോസിഷൻ കിട്ടാനാണ് ചാൻസ്. ഓക്കെ, സാധാരണ എല്ലാ ദിവസം വരുമ്പോൾ എന്നെ കൊണ്ട് ഇവിടെ 50 റൗണ്ടും 40 റൗണ്ടൊക്കെ കൊണ്ട് ഓടിക്കാറാണുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഇമ്പോസിഷൻ ആയിരിക്കും. എൻ്റെ കൂടെ ഒരു ക്ലാസ്സിൽ വരാനാണ് പറഞ്ഞത്. മിക്കവാറും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത പീരീഡിനാണ്. ഓക്കെ, അടുത്ത പീരീഡ് എനിക്ക് അല്ലാതെ തന്നെ ക്ലാസ് ഉണ്ട്. ഓ, ആ ക്ലാസ്സും ഇനി കട്ടാവുമല്ലോ. എല്ലാം കൂടെ 5-6 നോട്ട് എഴുതാനുണ്ട്. ഓക്കെ, എന്ത് ചെയ്യാനാണ് ഏറ്റവും നമുക്ക് ടീച്ചർ പറയാൻ ചെയ്യാം. ഓക്കെ, ഞാൻ പിന്നെ ഇന്നലെ ആണെങ്കിൽ ഹോംവർക്ക് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വിചാരിച്ച് ഇന്ന് സൺഡേ ആണെന്നൊക്കെ. സത്യത്തിൽ ഇന്നലെ ആയിരുന്നു സൺഡേ, ഇന്ന് സത്യത്തിൽ മൺഡേ ആണൊക്കെ. ഞാൻ സത്യത്തിൽ മറന്നുപോയി. ഞാനാണെങ്കിൽ നമ്മുടെ മറ്റേ സ്കെയറി ടീച്ചർ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടല്ലോ, അത് കളിച്ചിരുന്ന് ഉറങ്ങിപ്പോയി. ഓക്കെ, ഞാൻ 9 മണി തൊട്ട് 12 മണി വരെ എന്തോന്ന് കളിച്ചോക്കെ. എന്നിട്ട് കളിച്ച് അറിയാതെ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഫോൺ ഒരിടത്ത് കിടക്കണേ, എൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം ഒരിടത്ത് കിടക്കണം. ഞാൻ ഉറങ്ങി അങ്ങ് പോയി. ഓക്കെ, അതുപോലെ തന്നെ എണീക്കാനും താമസിച്ച്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങാറുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്രാവശ്യം 12 മണിയൊക്കെയാണ് ഉറങ്ങിയത്. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആകെ പണി കിട്ടി. ഓക്കെ, മിക്കവാറും എനിക്ക് നല്ല ഇമ്പോസിഷൻ തരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോംവർക്ക് എഴുതിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും കഷ്ടമായിപ്പോയി. ഓക്കെ, ആ ഗെയിമിലുള്ള പോലത്തെ ഒരു ടീച്ചർ തന്നെയാണ് നമ്മുടെ ടീച്ചർ. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തായാലും നേരെ എന്തായാലും ക്ലാസ് റൂമിലോട്ട് എന്തായാലും പോകാം. ബെല്ലടിക്കാറായിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നൈസായിട്ട് പണി കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ടീച്ചറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഗൈസ് നമുക്കാണെങ്കിൽ ഇന്നലെ എന്തായാലും ചെയ്യാത്ത മറ്റൊരു ഹോംവർക്കില്ലേ, അതാദ്യം ഒരിക്കൽ നോട്ടിൽ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ആ ഹോംവർക്ക് തന്നെ 50 പ്രാവശ്യം വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ഇമ്പോസിഷൻ എഴുതാനും കൂടെ പറഞ്ഞു ഗൈസ്. ആകെ 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇത് എപ്പോൾ എഴുതി തീരുമെന്ന് അറിയണം. മിക്കവാറും പേനയുടെ മഷി തീരാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, എൻ്റെ ഒരു എക്സ്ട്രാ പേന ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, പക്ഷേ പേനയല്ല ഇവിടുത്തെ വിഷയം. എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. എനിക്ക് വൈകിട്ടാണെങ്കിൽ സ്കെയറി ടീച്ചർ ബാക്കി കളിക്കാനുള്ളതാണ്. ഓക്കെ, ഈ ടീച്ചർ തന്നെ സ്കെയറി ടീച്ചർ മിക്കവാറും കളിക്കാൻ സമ്മതിക്കുമല്ലോ. ഓക്കെ, ഇവിടെ ഇപ്പോൾ എഴുതാം. അത് മാത്രമല്ല ഗൈസ്, എൻ്റെ തൊപ്പിയും പിന്നെ എൻ്റെ കൂളിംഗ് ഗ്ലാസ് ഞാൻ ഇന്നലെ വാങ്ങിച്ച എൻ്റെ പുതിയ കൂളിംഗ് ഗ്ലാസ്സാണ്. ഓക്കെ, തൊപ്പി പഴയതാണ്, അത് പോട്ട് എൻ്റെ പുതിയ കൂളിംഗ് ഗ്ലാസും പിന്നെ എൻ്റെ തൊപ്പിയും ടീച്ചർ പിടിച്ചെടുത്ത് ഗൈസ്. ഓക്കെ, ക്ലാസ്സിൽ തൊപ്പിയും പിന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇരുന്നൂടെ. ഓക്കെ, നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടാണോ ഇനി തരാത്തതെന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എൻ്റെ തൊപ്പിയും കൂളിംഗ് ഗ്ലാസും പിടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നേരത്തെ പറയാൻ മറന്നേ നിങ്ങളോട്. ഓക്കെ, എനിക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ബാക്ക് നല്ല രീതിക്ക് എടുത്ത് വേദനിക്കുന്നുണ്ട്. മിക്കവാറും എൻ്റെ പുറകിലത്തെ എല്ലൊക്കെ ഒടിഞ്ഞു പോയെന്ന് തോന്നണം. ഓക്കെ, ഇനി യൂട്രസിന് വല്ല ഡാമേജ് വല്ലതും ഉണ്ടാകും. അമ്മാതിരി വലിയൊരു അടിയാണ് തന്നത് ടീച്ചറൊക്കെ. എൻ്റെ ഇത് തന്നെ ഒരു സ്കെയറി ടീച്ചറാണ് ഗൈസ്. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കെന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഞാൻ എന്തായാലും എഴുതട്ടെ. മിക്കവാറും എൻ്റെ കൈയും കാലം ഒടിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എൻ്റെ പൊന്നെ, അയ്യോ കൈയും കാലം ഒടിഞ്ഞേ. എന്തൊരു വേന. കൈയൊക്കെ ചുമന്ന് കണ്ട. എൻ്റെ കൈയൊക്കെ നോക്ക്. കൈയൊക്കെ ഒരു പരുവേ. ഫോണൊക്കെ നോക്കണമെന്ന് ഇപ്പോഴാണ്. എൻ്റെ കൈയും കാലൊക്കെ നല്ല വേദനിക്കണേ. പിന്നെ ബാക്കിൽ നേരത്തെ അടി കിട്ടിയത് മാറി ഒരു വിധം, പക്ഷേ കൈയും കാലൊക്കെ ഭയങ്കര വേദനിക്കണം. എന്ന് വെച്ചാൽ ടീച്ചറാണ് എൻ്റെ കൂടെ കസേരയിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. ടീച്ചറാണ് എനിക്കിട്ട് മാത്രം ഒരു പണിയൊന്നും. ഞാനാണെങ്കിൽ ഇവിടെ എഴുതി
ഫുള്ള് ഇവിടെ ഉണ്ട്. സ്കൂളിൽ എല്ലാ പിള്ളേരെയൊക്കെ വിട്ട് എൻ്റെ ഒരു ദിവസത്തെ ഫുൾ ക്ലാസ് ഈ ടീച്ചർ കാരണം കട്ടായി. ഇനി നോട്ട് എഴുതണമല്ലോ, ഇനി ബാക്കിയുള്ള ടീച്ചർമാരുടെ വായന ചീത്തളി കേൾക്കണമല്ലോ, അതാണൊരു കുഴപ്പം. പക്ഷേ ഞാൻ ഇവിടെ ഇപ്പോൾ എല്ലാം എഴുതിയിട്ട് എന്തായാലും ഉണ്ടോ ഇത് നമുക്കിനി ടീച്ചറിനെ പോയി കാണിക്കണം. എനിക്കിവിടെ ഇപ്പോൾ ഒട്ടും തന്നെ വയ്യ, കൈയൊക്കെ ഭയങ്കര വേദന കണ്ട, കംപ്ലീറ്റ്ലി ചുമന്ന് കയറി കൈയൊക്കെ കണ്ട, ഫുള്ള് പോയേക്കാണ് എൻ്റെ കൈയൊക്കെ. അതേപോലെ തന്നെ 5-6 പേനയും തീർന്നിട്ടുണ്ട്. എൻ്റെ തൊപ്പിയും പിന്നെ എൻ്റെ കൂളിംഗ് ഗ്ലാസും തിരിച്ചു കിട്ടുമെന്ന്. നമുക്കെന്തായാലും ടീച്ചറോടെ പോയി സംസാരിക്കാം. ടീച്ചർ വല്ല ഗ്രൗണ്ടിൽ അവിടെ വല്ല നിൽക്കണമായിരിക്കും. എനിക്ക് ഒട്ടും തന്നെ വയ്യ. നമുക്കെന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചറേ. എടാ അതിന് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ കഴിഞ്ഞ്. ശരി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്താ? ഓ ടീച്ചറെ ഞാൻ എല്ലാം ചെയ്ത് ടീച്ചറെ. ഏതാ നോട്ട്ബുക്ക് നീ എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ വിടാം. പക്ഷേ ഇനി ഇതേപോലെ ലേറ്റ് ആവുകയോ അതേപോലെ തന്നെ ഇനി വേറെ എന്തെങ്കിലും സംഭവമോ അതേപോലെ തന്നെ ഇതേപോലെ നോട്ട് എഴുതാതെയോ അതേപോലെ തന്നെ ഇമ്പോസിഷൻ എഴുതാതെയോ ഞാൻ എന്ത് സംഭവം തന്നാലും അത് നീ ചെയ്യാതിരുന്ന അപ്പോൾ തന്നെ വലിയൊരു പണിഷ്മെൻ്റാണ് നിനക്ക് കിട്ടാവുക. ഞാൻ ഇന്ന് തന്നത് നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് തിങ്കളാഴ്ച വരുമ്പോൾ നല്ലത് കിട്ടും. നീ ഒന്നേന്ന് എല്ലാം എഴുതുകയും ചെയ്യും, ഗ്രൗണ്ടിൽ ചുറ്റും ഓടേണ്ടി വരും. ഇല്ല ടീച്ചറെ, അങ്ങനെ ഇനി ഉണ്ടാകത്തില്ല. ശരി ടീച്ചറെ. ശരി. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പം എന്തായാലും ടീച്ചറും കാര്യങ്ങളൊക്കെ എന്നെ എന്തായാലും വിട്ടേക്കാണ്. എൻ്റെ എൻ്റെ ബാക്ക് ഇപ്പോഴും ചെറുതായിട്ടൊക്കെ വേദനിക്കുന്നുണ്ട്. കൂടുതൽ കുഴപ്പം കൈയാണ്. ടീച്ചർ എന്ത് വലിയ പണിയാണ് നമുക്ക് തന്നത്. എനിക്ക് ഒട്ടും തന്നെ വയ്യ ഗൈസ്. ആകെ കിടുക്കാച്ച് പണിയാണ് ഗൈസ് നമുക്ക് കിട്ടിയത്. നേരമൊക്കെ കണ്ട് ഇരുട്ടി. നമുക്കെന്തായാലും നമ്മുടെ വീട്ടിലോട്ടേക്ക് പോകാം. മിക്കവാറും ചേട്ടൻ്റെ വാരിണ ചീത്തോളയും കേൾക്കേണ്ടി വരും. ഇനി ചേട്ടനെ എങ്ങനെ വിളിച്ച് പറഞ്ഞാന്തോ ടീച്ചർ, എന്നാൽ ചേട്ടൻ്റെ വാരിണ ചീത്തോളയും ഞാൻ കേൾക്കേണ്ടി വരും. ഗൈസ്, ഞാൻ ഒരു ഐഡിയ ചെയ്തെന്നാൽ ആലോചിക്കുകയാണ്. നമുക്കിപ്പോൾ ഓൾറെഡി ടീച്ചർ നല്ലൊരു 8ൻ്റെ പണിയാണ് നമ്മുടെ ബാക്ക് അടിച്ച് പൊളിക്കുകയും ചെയ്ത് എൻ്റെ കൂളിംഗ് ഗ്ലാസും തൊപ്പിയും പിടിച്ചെടുത്ത ആ ടീച്ചർ. അതുമാത്രമല്ല എന്നെക്കൊണ്ട് കുറേ പേജ് നോട്ട് എഴുതിപ്പിക്കുകയും ചെയ്തു. ആ നോട്ടിൻ്റെ പകുതി വെള്ളം തീർന്ന്. ഇതൊരു റിയൽ ആയിട്ടുള്ളൊരു സ്കെയറി ടീച്ചർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ടീച്ചറിനിട്ട് എന്ത് പണി കൊടുക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും നമ്മുടെ ചേട്ടനോടൊന്ന് സംസാരിച്ച് നോക്കാം. ചേട്ടൻ മിക്കവാറും ഇതിനെതിരായിരിക്കും. ഇനി ആ പെണ്ണുമ്പിളെങ്ങാനും വിളിച്ചിറങ്ങിയാൽ എന്തൊക്കെ എന്നാൽ അതിനേക്കാളും കഷ്ടമാണ്. നമുക്കെന്തായാലും ചേട്ടനോടൊന്ന് സംസാരിച്ച് നോക്കാം. അയ്യോ എന്താവോ എന്തോ. നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും സംസാരിച്ച് നോക്കാം ഗൈസ്. അല്ലാതെ വേറെ വഴിയില്ല. നമുക്കിപ്പോൾ എന്തായാലും ചേട്ടനോട് ബാക്കി സംസാരിക്കുക. ചേട്ടനെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ചേട്ടാ എവിടാ? എടാ അകത്ത് കയറടാ. ഞാൻ ഇവിടെ വീട്ടിൻ്റെ അകത്തുണ്ടാ. ചേട്ടാ ഇങ്ങനെ വെളിയിൽ വാ ചേട്ടാ, എനിക്കൊരു അർജൻറ്റ് കാര്യം പറയാനുണ്ട്. ഞാൻ ഇതാ പറഞ്ഞില്ല, വെയിറ്റ്. ഗൈസ്, എന്തായാലും ഫൈനലി എന്തായാലും ഗൈസ് നമ്മുടെ ചേട്ടനും ഇളകി എന്തായാലും ഫൈനലി അങ്ങനെ ഇറങ്ങി എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട്. എന്തോടാ നീ എന്നെ വിളിച്ചത്? കാര്യം പറ പെട്ടെന്ന് പറ. എനിക്കാണെങ്കിൽ ഒരു സ്ഥലം വരെ പോകാനായിട്ടുണ്ട്, പെട്ടെന്ന് പറയടാ. ചേട്ടാ എന്തെന്നാ ഞാൻ കാര്യമൊക്കെ പറഞ്ഞുതരാം. അല്ലോ ഞാൻ ഇന്നലെ വാങ്ങിച്ചെന്നാ പുതിയ കണ്ണാടിയും തൊപ്പിയൊക്കെ ഇവിടെ. അതൊക്കെ പറയാം ചേട്ടാ. ഇന്നാണെങ്കിൽ സ്കൂളിൽ വെച്ച് എനിക്കൊരു പണി കിട്ടി. എന്തോടെ പണി? എനിക്ക് മനസ്സിലായി. നീ ഇന്നലെ മറ്റേ സ്കെയറി ടീച്ചർ ഗെയിം കളിച്ച് ടീച്ചർ പിടിച്ച്, അതേപോലെ തന്നെ രാവിലെ ലേറ്റ് അവനെല്ലാം കൂടെ ടീച്ചർ പിടിച്ചില്ലേ? അതൊക്കെ എങ്ങനെ ചേട്ടനറിയാം? ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞരുത്. ആ പെണ്ണുമ്പോൾ അതിനു മുമ്പേ വിളിച്ചു പറഞ്ഞ. എന്തോ നീ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല ചേട്ടാ, എനിക്ക് നല്ല 8ൻ്റെ പണി കിട്ടി. ആ ടീച്ചറാണ് എൻ്റെ ബാക്ക് അടിച്ച് പൊളിക്കുക ചെയ്ത്. നല്ല കാര്യം. നിനക്ക് നല്ല അടിയുടെ കുറവുണ്ടായിരുന്നു. ഞാൻ നിനക്ക് കുറേ ദിവസമായിട്ട് ഊന്നി വെച്ചാണ്. അതെന്തായാലും ടീച്ചർ തന്നല്ലോ, ഇനി കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും പണി കിട്ടിയോ നിനക്ക്? പിന്നെ അല്ലാതെ ഞാൻ ഇന്നലെ ചെയ്യാത്ത ഹോംവർക്കും ചെയ്യിപ്പിച്ച്, ആ ഹോംവർക്ക് തന്നെ എന്നെക്കൊണ്ട് 50 പ്രാവശ്യം ചെയ്യിപ്പിച്ച്. എൻ്റെ മുന്നേ 50 പ്രാവശ്യമോ? എടാ നിൻ്റെ കൈയും കാലൊക്കെ അപ്പോൾ ഒടിഞ്ഞു കാണൂലേ? പിന്നെ അല്ലാതെ എൻ്റെ കൈയൊക്കെ ഉണ്ടോ ചുമന്നിരിക്കണം? കണ്ടാ ചേട്ടാ, കൈയൊക്കെ ഉണ്ടോ ചുമന്നിരിക്കണം. വല്ലാത്ത ചതിയായിപ്പോയി. നിനക്കതിന് നല്ല പണി കിട്ടേണ്ട അവസരം ഉണ്ടായിരുന്നു. നിനക്ക് ഇന്നലെ
ആ സ്കേറി ടീച്ചർ കളിക്കുന്ന സമയം വെച്ച് ഹോംവർക്ക് ചെയ്തുവിടായിരുന്നു. ചേട്ടാ ഞാൻ ഇന്നലെ ഫുള്ളിരുന്ന് പഠിത്തമായിരുന്നല്ലേ. എപ്പോൾ പഠിച്ചു? നീ രാവിലെ കോമിക് ബുക്കല്ലേടാ വായിച്ചോണ്ടിരുന്ന. ഓ അത് ശരിയാണല്ലോ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ചേട്ടാ എനിക്ക് ആ ടീച്ചറിനോട് എന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്യണം. പോടാ അങ്ങോട്ട്. എന്നിട്ടാണ് നിനക്കിന് അടുത്ത പണി കിട്ടേ. ഞാൻ ഇതിന് കൂട്ടിവെക്കുന്നില്ല. ആ ടീച്ചർ നല്ല ചെയ്ത കാര്യം നല്ലതാണെന്നാണ് ഞാൻ പറയണത്. എന്തോണ് ചേട്ടാ അത് വലിയ കഷ്ടമായി പോയല്ലോ. എന്തോണ് ചേട്ടാ, എനിക്ക് ചേട്ടനോടല്ലാതെ ആരോടാ പറയാൻ? അച്ഛനും അമ്മയും അവിടെ കാനഡയിലാണ്. അവരോടാ പറഞ്ഞിരുന്നെങ്കിൽ അവരെങ്കിലും ടീച്ചറിനോട് റിവഞ്ച് ചെയ്യായിരുന്നു. എടോ നീ പറഞ്ഞാലും കാര്യമുണ്ട്, പക്ഷേ വേണോ? വേണം ചേട്ടാ, എനിക്ക് റിവഞ്ച് ചെയ്യണം ആ ടീച്ചറിനോട്. എന്തോന്ന് റിവഞ്ച്? ചേട്ടനോടാ കൂടെ നിൽക്കാം, അതാദ്യം പറ. ഓ ശരി, ഞാൻ അതിനോട് കൂടെ നിൽക്കാം. പറ, എന്ത് റിവഞ്ച്? എന്തെങ്കിലും ഒരു റിവഞ്ച് ചെയ്യണം. എനിക്കാണെങ്കിൽ ആ ടീച്ചറിൻ്റെ വീടിൻ്റെ വഴി അറിയാം. നമുക്കപ്പോൾ ആ ടീച്ചറിൻ്റെ വീട്ടിൽ പോയി പണിയെടുത്താലാ? ശരി, പക്ഷേ അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും മുഖം മൂടി അങ്ങനെ വല്ല ഇടട്ട്. നിന്നെ പിടിച്ചാലും കുഴപ്പമില്ല, എന്നെ പിടിച്ചാലാ എന്തെങ്കിലും എടുത്തിട്ട്. ഞാൻ മുഖം മൂടി വയ്ക്കണമെന്നല്ല, ഞാൻ ഡയറക്റ്റ് ചെന്നാൽ പെണ്ണുമ്പിളക്ക് പണിയെടുക്കാൻ പോകണം. ശരി, ഇതിൻ്റെ പേരിൽ എനിക്കെല്ലാം പണി കിട്ടിയാൽ നിനക്കിട്ട് ഞാൻ നല്ല ഇടിക്കും. അങ്ങനെയൊന്നുമില്ല ചേട്ടൻ പെട്ടെന്ന് മുഖം മൂടിയൊക്കെ ഇട്ടിട്ടോ. ഞാൻ അപ്പോഴത്തേക്കും ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടരാം. ശരി. ചേട്ടാ പെട്ടെന്ന് പോര്. എവിടെ പോരെ? എടാ ഇത് തന്നെ വീട് മാറിപ്പോയൊന്നുമില്ലല്ലോ. അവസാനം വല്ലവരെ വീട്ടിൽ കയറി ഒന്ന് വല്ലതും പണിയും വല്ലതും വാങ്ങിച്ചാൽ എനിക്കാണ് എൻ്റെ നാണക്കേട്. അങ്ങനെയൊന്നുമില്ല ചേട്ടാ. ബാ നമുക്ക് വീട്ടിൻ്റെ അകത്ത് കയറാം. ടീച്ചർ അങ്ങോട്ട് പോണ്. എന്ത് പണി കൊടുക്കാം? ഒരു കാര്യം ചെയ്യാം, നമുക്കാണെങ്കിലേ ടീച്ചറിനൊരു കാര്യം ചെയ്യാം. അവിടെ ഒരു എലിക്കണി അങ്ങനെ എന്തോ ഇരിക്കണ്, അത് വെച്ചൊരു പണി എടുക്കാമോ? എന്തോണ് എലിക്കണി? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആയിട്ടൊരു എലിക്കണിയുണ്ട്, നമുക്കതെടുത്ത് നൈസടിച്ച്. ആ ടീച്ചറാണെങ്കിൽ അവിടെ എന്തോ കിടന്ന് ഉറങ്ങുകയാണ്. ശരിയാണല്ലോ, ഇവിടെ ഒരു എലിക്കണി ഇരിക്കണം. ഇതൊക്കെ വേണം നിനക്കറിയാം. അതൊക്കെ ഉണ്ടെന്നേ, ഇതൊക്കെ എന്താണ്? ഓക്കെ, ആ പെണ്ണുമ്പിള്ള ഇവിടെ ഇപ്പം ഇല്ല. എടാ പെട്ടെന്ന് നോക്കിയടാ, അവരെങ്ങാനും വന്നാലോ. പക്ഷെ ഇതെന്താ വെക്കാൻ പറ്റാത്ത? ഓക്കെ, ഇവിടെ വയ്ക്കാം. ഈ പത്രം എടുത്ത് തന്നെ മണ്ടൊക്കെ വയ്ക്കാം. അപ്പം അവർക്ക് പണി കിട്ടും. എടാ പെട്ടെന്ന് ഓടറാ. അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ തീർന്ന്. ഈ കാര്യം ചെയ്യണത് വളരെ തെറ്റാണ്. എന്തു നല്ല രസമുള്ള ദിവസമാണ്. പത്രമൊക്കെ വന്നാ വായിക്കാം. അയ്യോ എന്റെ കൈ പോയേ. ഇത് ആരടാ ചെയ്തത്? അയ്യോ എന്റെ കൈ പോയേ. എന്തു നല്ല ആഹാരം. എൻ്റെ കൈ ഒരു പരുവേ മുറിഞ്ഞ്. കുഴപ്പമില്ല, ഫുഡ് കഴിക്കട്ടെ. അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചിട്ടൊക്കെ ഇരിക്കും. ഭയങ്കര ചൂട്. ചേട്ടാ പെട്ടെന്ന് പോര്. ടീച്ചർതാ വീട്ടിലെന്തോ കയറിപ്പോയി. നമുക്ക് ഈ ഗേറ്റ് തുറക്കാം. ചേട്ടാ പെട്ടെന്നാ. ഞാനുണ്ട്. നമുക്ക് ഇപ്രാവശ്യം എന്ത് ചെയ്യാം? എനിക്കറിയണം. നമുക്ക് എന്തായാലും അകത്ത് പോയി നോക്കാം. ചേട്ടാ ഇവിടെ എന്തോ ഇരിക്കണല്ലോ. ഉപ്പ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ഉപ്പ് തട്ടിക്കെടുക്കാമോ? നമുക്ക് കുറച്ച് ഉപ്പെടുത്ത് തട്ടി. അയ്യോ പണിപാളി, ഉപ്പ് തറ വീണ്. നമുക്കില്ലേ കുറച്ച് ഉപ്പെടുത്ത് തട്ടി കൊടുക്കാം. ടീച്ചറ് ഏതാണ് ഒരുമാതിരിയായി ഒരു പരിവാവട്ടെ. ഓക്കെ, ടീച്ചർ എവിടെ? ഇതാ പറഞ്ഞു. അടിപൊളി, ടീച്ചറിൻ്റെ വായൊക്കെ ഒരു പരുവോ. ഓക്കെ, ടീച്ചർ താണ്ട കഴിക്കാൻ പറഞ്ഞു. എന്തു നല്ല ആഹാരം, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കഴിച്ചോക്ക. എൻ്റെ അമ്മച്ചേ, എന്തൊരു ഉപ്പട ഇതിൻ്റെ അകത്ത്. അയ്യോ ഛർദിക്കാൻ പറഞ്ഞു. ഓക്കെ ഗൈസ്, അങ്ങനെ ഗൈസ് ഫൈനലി നമ്മളെന്തായാലും നമ്മുടെ ടീച്ചറിന് ഞാനൊക്കെ ഫൈനലി എന്തായാലും പണിയും കേരളമൊക്കെ എന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ടീച്ചറിൻ്റെ നല്ല 8ൻ്റെ പണിയാണ് ഞാൻ കൊടുത്ത. പാവൻ ടീച്ചർ, വായൊക്കെ ഒരു പരുവായി, കൈയൊക്കെ മുറിഞ്ഞ് ആകെ ഒരു പരുവായെന്ന് തോന്നണം. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനി നാളെ പോകാൻ പറയാം, വല്ല പണിയും വല്ല കിട്ടുമെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള കേസ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഓക്കെ,
അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.